ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ആഗസ്റ്റ് 15 വ്യാഴം ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനമാണ് നാളെ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിവിധ ഭാഷകളായി ഇന്ത്യൻ സിനിമയിലെ 10 സിനിമകളാണ് തിയേറ്റർ റിലീസായിട്ട് നാളെ എത്തിച്ചേരുന്നത്. ഇതിൽ ബോളിവുഡിൽ നിന്ന് 3 സിനിമകളും തമിഴിൽ നിന്ന് 3 സിനിമകളും തെലുങ്കിൽ നിന്ന് 2 സിനിമകളും മലയാളത്തിൽ നിന്ന് 2 സിനിമകളുമാണ്. 2018 തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടിയെടുത്ത ഒരു ഹൊറർ കോമഡി ത്രില്ലർ സിനിമയാണ് സ്ത്രീ. ഈ ബോളിവുഡ് സിനിമയുടെ രണ്ടാം ഭാഗമായ സ്ത്രീ 2 നാളെ തിയേറ്ററിലെത്തുകയാണ്. അമർ കൗശിക് സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് ലോകമെമ്പാടുമായി വമ്പൻ ബുക്കിംഗ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും മികച്ച ബുക്കിംഗ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശ്രദ്ധ കപൂർ, രാജകുമാർ റാവു, പങ്കജ് ത്രിപാഠി, അഭിഷേക് ബാനർജി, അപർശക്തി ഖുറാന എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. ജോൺ എബ്രഹാം നായകനായി ബോളിവുഡിൽ നിന്ന് തിയേറ്ററിലെത്തുന്ന രണ്ടാമത്തെ സിനിമയാണ് വേദ. നിഖിൽ അദ്വാനി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ തമന്ന ഭാട്ടിയ, അഭിഷേക് ബാനർജി, ശർവരി എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമ സി സ്റ്റുഡിയോസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. അക്ഷയ് കുമാർ നായകനായ ഖേൽ ഖേൽ മെയിൻ എന്ന സിനിമയാണ് മൂന്നാമത്തെ ബോളിവുഡ് സിനിമ. മുദാസർ അസീസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വാണി കപൂർ, അമ്മി വിർക്ക്, തപ്സി പന്നു, ആദിത്യ മുദ്ര, പ്രജ്ഞ ജയ്സ്വാൾ, ഫർദീർ ഖാൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. തമിഴിൽ നിന്നുള്ള പ്രധാന റിലീസ് ചിയാൻ വിക്രം നായകനായ തങ്കലാൻ തന്നെയാണ്. ജിയോ സ്റ്റുഡിയോ, നീലം പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഈ സിനിമ രഞ്ജിത്താണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ഈ ചിത്രത്തിന്റെ വിതരണം ഗോകുല മൂവീസിനാണ്. വയനാട് ദുരന്തം പ്രമാണിച്ച് ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ മാറ്റിവെച്ചിരുന്നു. പ്രൊമോഷന്റെ അഭാവം ചിത്രത്തിന്റെ ബുക്കിങ്ങിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനാവുന്നത്. തമിഴ്നാട്ടിൽ നിലവിൽ 3 കോടിക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ ലഭിച്ചിരിക്കുന്ന ഈ സിനിമ കേരളത്തിൽ ഏകദേശം 12 ലക്ഷത്തോളം രൂപ മാത്രമാണ് പ്രീസെയിൽ കളക്ഷനായി ഇതുവരെ നേടിയിട്ടുള്ളത്. മാളവിക മോഹനൻ, പാർവതി തിരുവോത്ത്, ഡാനിയൽ കാൾട്ടാഗിറോൺ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ. 100-150 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമയുടെ ആദ്യ അഭിപ്രായം വളരെ നിർണായകമായിരിക്കും. തമിഴിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ റിലീസ് ഡിമോണ്ടെ കോളനി 2 ആണ്. 2015 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ഹൊറർ ത്രില്ലർ സിനിമയായ ഡൊമോണ്ടെ കോളനിയുടെ രണ്ടാം ഭാഗമാണ് ഡൊമോണ്ടെ കോളനി 2. അജയജ്ഞാനമുത്തുവാണ് ഈ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അരുൾനീതി, പ്രിയ ഭവാനി ശങ്കർ, അർച്ചന രവിചന്ദ്രൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. കീർത്തി സുരേഷ് നായികയായി സുമൻകുമാർ സംവിധാനം ചെയ്യുന്ന രഘു താത്തയാണ് മൂന്നാമത്തെ റിലീസ്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയിൽ രവീന്ദ്ര വിജയ്, MS ഭാസ്കർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. നാളത്തെ തെലുങ്ക് റിലീസിലേക്ക് വന്നാൽ രവി തേജ നായകനായി ഹരീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ബച്ചനാണ് ഒരു പ്രധാനപ്പെട്ട റിലീസ്. രശ്മിക മന്ദാന, ഭാഗ്യശ്രീ ബോഴ്സ്, ജഗപതി ബാബു, അഭിമന്യു സിംഗ് എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ മറ്റ് താരങ്ങൾ. രാം പൊത്തിനേനി നായകനാകുന്ന ഡബിൾ ഐ സ്മാർട്ട് എന്ന തെലുങ്ക് സിനിമയാണ് രണ്ടാമത്തെ റിലീസ്. പുരി ജഗന്നാഥ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സഞ്ജയ് ദത്ത്, കാവ്യ താപ്പർ, വിഷു റെഡ്ഡി, വില്ലി സോഗോ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. മലയാളത്തിൽ നിന്ന് നാളെ പ്രധാനമായും 2 സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. ബേസിൽ ജോസഫ് നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ഗ്രേസ് ആന്റണി നായികയാകുന്ന ഈ സിനിമയിൽ മനോജ് കെ ജയൻ, സിദ്ദീഖ്, ബൈജു, അജു വർഗീസ് എന്നിങ്ങനെ മികച്ച ഒരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ പ്രീമിയർ ഷോ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം പോസിറ്റീവ് അഭിപ്രായം നിലവിൽ നേടിയെടുത്തിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ റിലീസ് ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ എന്ന സിനിമയാണ്. മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, സിജു സണ്ണി, സാഫ് ബ്രോസ്, അസീസ് നെടുമങ്ങാട്, പിന്നെ ഒരു കൂട്ടം പുതുമുഖങ്ങൾ എന്നിങ്ങനെയാണ് സിനിമയിലെ അഭിനേതാക്കൾ. മമ്മൂട്ടി നായകനായി ടിനോ ടെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഓണം റിലീസായി തിയേറ്ററിലെത്തും എന്ന് മമ്മൂട്ടി ആരാധകർ വിചാരിച്ചിരുന്ന ഈ സിനിമയുടെ റിലീസിംഗ് പിന്നീട് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. നാളെ ആഗസ്റ്റ് 15 വ്യാഴാഴ്ച സിനിമയുടെ ടീസർ രാവിലെ 10 മണിക്ക് റിലീസ് ചെയ്യപ്പെടും എന്ന അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ നാളെ ആഗസ്റ്റ് 15 10 സിനിമകളാണ് വിവിധ ഭാഷകളിലായി തിയേറ്ററിലെത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ സിനിമാ പൂരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ 10 സിനിമകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.